ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മിനെhenna മേക്കിംഗ് സീരീസ്. അപ്പോൾ ഞാൻ ഇന്നിവിടെ കാണിച്ചു തരാൻ പോകുന്നത് ഹെന്ന മിക്സിംഗ് ആണ്. അതിനുവേണ്ടി ഈ കാണുന്ന സാധനങ്ങളൊക്കെ റെഡിയാക്കി വെക്കണം. ഫസ്റ്റ് ഒരു ബൗൾ എടുക്കാൻ ഞാനിവിടെ കാണിച്ചു തരാൻ പോകുന്നത് 100 ഗ്രാമിൻ്റെ ബാച്ചാണ്. അതായത് 100 ഗ്രാം ഹെന്ന പൗഡർ എടുക്കുക. പറ്റുമെങ്കിൽ ട്രിപ്പിൾ ഫിൽറ്റേർഡ് ഹെന്ന പൗഡർ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. 30 ഗ്രാം ഷുഗറാണ് ഞാനിപ്പോൾ ആഡ് ചെയ്യാൻ പോകുന്നത്. അത് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഞാൻ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. പക്ഷേങ്കിൽ അത്രയും വെള്ളത്തിൻ്റെ ആവശ്യം വരുന്നില്ല. പിന്നെ വെള്ളം ഒഴിക്കുന്ന സമയത്ത് വളരെ മെല്ലെ ഒഴിക്കണം. പേസ്റ്റ് കറക്റ്റ് കൺസിസ്റ്റൻസി ആവുന്നത് വരെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. ബിഗിന്നേഴ്സ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ചെറിയ ബാച്ചിൽ വെച്ചിട്ട് തുടങ്ങുന്നതായിരിക്കും കൂടുതൽ നല്ലത്. 50 ഗ്രാമോ അല്ലെങ്കിൽ 100 ഗ്രാമോ വരെ എടുക്കാം. ഇപ്പം നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. ഇനി എസൻഷ്യൽ ഓയിൽ ആഡ് ചെയ്യണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ടീ ട്രീ എസൻഷ്യൽ ഓയിലാണ്. 100 ഗ്രാം ബാച്ചിൽ 30 ml എസൻഷ്യൽ ഓയിലാണ് എടുക്കുന്നത്. ഡയറി റിലീസിന് വെക്കുന്ന സമയത്ത് ബീറ്ററിനെ കൊണ്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. സ്പൂണിനെ കൊണ്ട് തന്നെ ഇതേപോലെ മിക്സ് ചെയ്തിട്ട് നല്ല സ്മൂത്ത് പേസ്റ്റ് ഉണ്ടാക്കാൻ പറ്റും. നോർമലി ഞാൻ മിക്സിങ്ങിൻ്റെ സമയത്ത് സ്പാറ്റില യൂസ് ചെയ്യുന്നത് ഈ ഒരു കാര്യത്തിനാണ്. ഈ കാണുന്ന പോലെ സ്പൂണും ബൗളെല്ലാം നല്ല ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും സ്പാറ്റില ഉപയോഗിച്ചിട്ട്. വളരെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യം ഇത്. ഇപ്പം നോക്കിക്കോ, ബൗൾ നല്ല നീറ്റായിട്ട് വരും. ഈ സ്പാറ്റില യൂസ് ചെയ്തതിനാൽ മാത്രമേ ഇങ്ങനെ നീറ്റ് ആവുള്ളൂ. ഇനി ഈ പേസ്റ്റ് നമുക്ക് ഡയറി റിലീസിന് വെക്കണം. അതിന് ക്ലിങ് ഫിലിമോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്ലാസ്റ്റിക് കവർ യൂസ് ആക്കാം. അധിക പ്ലാസ്റ്റിക് ബൗൾസിലും ഈ ക്ലിങ് ഫിലിമോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറോ ഒട്ടി നിൽക്കില്ല. അതുകൊണ്ട് ഞാൻ 2 ടൈപ്പ് ഓഫ് റാപ്പിംഗ് ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. ഫസ്റ്റ് നമുക്ക് ഇതേപോലെ ചെയ്യാം. ഇങ്ങനെ പേസ്റ്റിൻ്റെ മേലെ റാപ്പ് ചെയ്ത് വെക്കാം. തീരെ എയർ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെയും ചെയ്യാം. ക്ലിങ് ഫിലിം എടുത്തിട്ട് ഈ ബൗൾ കംപ്ലീറ്റ് റാപ്പ് ചെയ്തെടുക്കാം. ഇതാവുമ്പോൾ എയർ ടൈറ്റായിട്ട് നിൽക്കും. നമ്മൾ എത്ര ടൈം വെക്കുന്നോ അത്രയും സേഫ് ആയിരിക്കും. ഈ പേസ്റ്റിന് ഡയറി റിലീസിന് വേണ്ടി 10 to 24 hours വരെ നമുക്ക് വെക്കാം. ഹെന്ന മേക്കിംഗ് സീരീസിലെ എല്ലാ വീഡിയോസും നിങ്ങൾ കാണണം. ഇനി അടുത്തത് വരുന്നത് ഹെന്ന സ്ട്രെയിനിങ് വീഡിയോ ആണ്. ഈ ഒരു ഹെന്ന മിക്സിംഗ് വീഡിയോ മെഹന്തി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരെയും വിലപ്പെട്ട കമൻസിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്നതായിരിക്കും.